എല്ലാം മകൾക്ക് വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ മകൾ അച്ഛന് വേണ്ടി ചെയ്തതാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും പിണറായി വിജയൻ എത്തി നിൽക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നുള്ള ഒരു രാജി നൽകേണ്ടുന്ന സ്ഥിതിയിലേക്കാണ്. എല്ലാം കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേർന്നിരിക്കുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനെ ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനകൾ ഇന്നും വന്നിരിക്കുന്നു. കൊച്ചിയിലെ കരിമണൽ കമ്പനി ഉടമ ശശിധരൻ കർത്ത അന്വേഷണ ഏജൻസിക്ക് നൽകിയ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ അന്വേഷണം പിണറായി വിജയനെ തേടി വീട്ടിലേക്കെത്തുന്നത്. പിണറായി വിജയൻ്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ് ഇപ്പോൾ പിണറായിയിലേക്ക് തന്നെ അതെത്തുന്നത്. ഒരിക്കലും ഒരു മകൾ, അതായത് മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മകളുടെ സ്വാധീനം ഉപയോഗിച്ചു മാത്രമല്ല, അത് തൻ്റെ പിതാവിൻ്റെ സ്വാധീനം ഉപയോഗിച്ചു കൂടിയാണ് ഇവിടെ കള്ളത്തരം നടത്തിയിരിക്കുന്നത് എന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ പിതാവായ മുൻ മുഖ്യമന്ത്രിയെ തേടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എത്താൻ പോകുന്നത്. പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണ് എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്ന ശശിധരൻ കർത്തയുടെ മൊഴിയാണ് ഇതിലേറ്റവും നിർണായകമായത്. എന്നാൽ തുടക്കം മുതൽ തന്നെ CPM ഈ വിഷയത്തിൽ വ്യക്തമായ പ്രതിരോധം തീർത്തിരുന്നു. അതിപ്പോൾ വിഡ്ഢിത്തമാണ് എന്ന് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. ഈ കേസ് വെറുമൊരു സാമ്പത്തിക അന്വേഷണമല്ലെന്നും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പിണറായി വിജയനെ വേട്ടയാടാനുള്ള BJPയുടെയും EDയുടെയും സംയുക്ത നീക്കത്തിൻ്റെ ഭാഗമാണെന്നുമാണ് പാർട്ടി അന്ന് നിലപാടെടുത്തത്. തനിക്കെതിരെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പൂർണ്ണമായും മാധ്യമ സൃഷ്ടിയാണെന്നാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പ്രതികരിച്ചത്. അന്വേഷണം തന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമം പലരും ഇങ്ങനെ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. സത്യവും അതുതന്നെയാണ്. അന്വേഷണം പിണറായിലേക്ക് തന്നെയാണ് എത്തേണ്ടത്. ആരും വീണ എന്നൊരു സ്ത്രീക്ക് ഇത്രയും പണം നൽകില്ല. അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം. അത് മുഖ്യമന്ത്രിക്ക് നൽകുന്ന കൈക്കൂലി തന്നെയാണ്. EDയുടെ പുതിയ നീക്കങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വിലയിരുത്തുന്നത്. പ്രതിപക്ഷ നിരയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികളെ ആയുധമാക്കുന്നു എന്ന വാദമാണ് CPMും പിണറായി വിജയനും ഉയർത്തുന്നത്. CPM എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പിണറായിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായതുകൊണ്ട് ഇപ്പോൾ പാർട്ടിയും പിണറായിക്കൊപ്പമാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് മാത്രം. ED അന്വേഷണത്തിൽ ശശിധരൻ കർത്തയുടെ മൊഴിയിലൂടെ പിണറായി വിജയൻ്റെ പേര് പരസ്യമായി വന്നതിന് ശേഷമുള്ള പാർട്ടി യോഗത്തിലും അതിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കണമെന്ന താല്പര്യമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. പ്രതിരോധിച്ചവരെ ഇപ്പോൾ നമുക്കറിയാം. അവർ 69 ദിവസമായി ജയിലിൽ കിടക്കുകയാണ്. നിലവിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ED ഔദ്യോഗികമായ നോട്ടീസ് നൽകിയിട്ടില്ല എങ്കിലും നൽകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇനി പാർട്ടി നിൽക്കില്ല എന്ന് ഉറപ്പാണ്. നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ സമയത്ത് നടത്തിയ രാഷ്ട്രീയ പ്രതിരോധം തീർത്തതുപോലെ ഒന്നും തീർക്കാൻ നിൽക്കാതെ പിണറായിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കവും ഒരുപക്ഷെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്.